മുഴുവനിലും സാക്ഷ്യം നൽകിടുവാൻ, ആ തിരുവചനം എങ്ങും വിതയ്ക്കുവാൻ, ജ്ഞാനം ബുദ്ധി വിവേകം ശക്തിയിൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. വീണ്ടും പുതിയൊരു പന്തക്കുസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ. വീണ്ടും പുതിയൊരു പന്തക്കുസ്ത എന്നിലൊരുക്കണമേ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ, അങ്ങേ പരിശുദ്ധാത്മാവിൽ നിറയാൻ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ അറിവിനെ പറ്റിയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്നു പറഞ്ഞ യഹൂദർ വിസ്മയിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഉത്കൃഷ്ടദാനങ്ങളിൽ ഒന്നാണ് അറിവ്. ബുദ്ധിശക്തി കൊണ്ടോ സാമർഥ്യം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തെ, ദൈവിക സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അറിവെന്ന ദാനം സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്ഥാനവും സൃഷ്ടവസ്തുക്കളുടെ സ്ഥാനവും എവിടെയാണെന്ന് ഈ ദാനത്തിലൂടെ നാം വേർതിരിച്ചറിയുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 9-ാം വാക്യം. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിലൂടെ നയിക്കുന്നു, വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. എല്ലാ അറിവും ദൈവത്തിൽ നിന്ന് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അറിവ് എന്ന ഈ ദാനം മനുഷ്യ കാഴ്ചപ്പാടുകളെ പ്രകാശിപ്പിക്കുകയും വസ്തുക്കളെയും ആളുകളെയും ദൈവം എങ്ങനെ നോക്കി കാണുന്നുവോ അതുപോലെ നോക്കി കാണുവാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അറിവ് നമ്മളെ നിരന്തരം വിശദീകരിക്കുന്ന ഒരു ദാനമാണ്. ഈ അറിവ് ആദ്യം ഒരു വ്യക്തിയെ വിശദീകരിച്ച് വിശുദ്ധനാക്കി മാറ്റുന്നു. ഇപ്രകാരം വിശദീകരിക്കപ്പെടുന്ന നാം നമ്മുടെ ചുറ്റുമുള്ളവരെ വിശുദ്ധിയിലേക്ക് ആനയിക്കണം. തൽഫലമായി നമ്മൾ ആയിരിക്കുന്ന കൂട്ടായ്മയിലൂടെ ഈ ലോകത്തെ തന്നെ നമുക്ക് വിശദീകരിക്കുവാനും പ്രകാശിപ്പിക്കുവാനും സാധിക്കണം. ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ കരുണയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന വിസ്മയിപ്പിക്കുന്ന അറിവിലേക്ക് നാം ഇതിലൂടെ എത്തിച്ചേരുകയും നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് ദാനമായ അറിവ് എന്നതിനെ പറ്റിയുള്ള വചനഭാഗം ഇവയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. എഫേസോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്കു പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, നവമായ ഒരു പന്തക്കുസ്ത അഭിഷേകത്തിനു വേണ്ടി ഈ കൂട്ടായ്മയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ,
ദൈവവും സൃഷ്ടവസ്തുക്കളും വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വേണ്ടത്ര ഉൾക്കാഴ്ച ലഭിക്കുവാനും എൻ്റെ ബലഹീനതകളും കുറവുകളും തിരിച്ചറിഞ്ഞ് അവയിൽ ആവശ്യകമായ ദൈവിക ഇടപെടലുകൾ വരുത്തി ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള അറിവ് എന്ന ദാനത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവു നിറഞ്ഞവളേ, പരിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവു നിറഞ്ഞവരായിടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ